പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് സാഡായിട്ട് എന്നാൽ കുറച്ച് ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ ആണ്. സോ ഇപ്പൊ ഞാൻ ഡേ ഇൻ മൈ ലൈഫ് ആക്കി എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ. എന്താന്ന് വിചാരിച്ച് പറഞ്ഞാൽ എന്റെ അനിയൻ പോകുകയാണ് ദുബായിക്ക്. അപ്പൊ എന്റെ കല്യാണത്തിന്റെ ടൈമിലൊന്നും അവന് ഉണ്ടാവൂല കേട്ടോ. സംഭവം വിഷമം ഉണ്ടെങ്കിലും പക്ഷെ നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിന്റെ കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ തന്നെയാണ്. പിന്നെ ഞാൻ കുറെ കാലമായി പുറത്തോട്ട് പോകാൻ നോക്കുന്നു. ഫൈനലി അവനൊരു അവസരം കിട്ടിയപ്പോൾ അവൻ പോവാണ്. ഇന്നാട്ടോ പോകുന്നത്. പക്ഷെ ആ ലഗേജ് അവൻ പോകുന്നതിന് ഞാൻ എന്തിനാണ് ലഗേജ് പാക്ക് ചെയ്യുന്നതെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. എന്തായാലും ഒരു കാരണ വരുന്നത്. സോ ഞാൻ അതുകൊണ്ട് എന്റെ കുറച്ച് ലഗേജുകൾ ആ കാരണത്ത് വെച്ച് വീട്ടിലോട്ട് കൊടുത്തുവിടാന്ന് വിചാരിച്ചു. പക്ഷെ അത് എന്റെ ഐഡിയ അല്ല. രാവിലെ തന്നെ വിളിച്ചടിപ്പിച്ചിട്ടുള്ള എന്റെ അമ്മയുടെ ഐഡിയ ആണ്. അവരൊരു 10 മണി 10 എന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങും. നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്നാണ് അവന് ഫ്ലൈറ്റ്. 10 മണിയാകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഒരു 1 മണി ആ ടൈം ആകുമ്പോഴത്തേനും അവരെത്തും. സോ ആ ടൈം ആകുമ്പോഴത്തേനും എനിക്കിത് പാക്ക് ചെയ്യണം, കുളിക്കണം, ഡ്രസ്സ് മാറ്റണം, അങ്ങനെ ഒരുപാട് പണിയുണ്ട്. ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അവരും ഒന്നും കഴിക്കാൻ ചാൻസ് ഇല്ല. അപ്പൊ നമുക്ക് ഉച്ചയ്ക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാമല്ലോ. എനിവേ ഞാൻ എല്ലാം കൂടെ പാക്ക് ചെയ്തിട്ടോ. ഞാൻ ആ എടുത്തു വെച്ചേക്കുന്ന സാധനങ്ങൾ മുഴുവൻ എനിക്ക് വീട്ടിലോട്ട് പാക്ക് ചെയ്യാനുള്ള സാധനങ്ങളാണ്. ഒരു കാർഡ്ബോർഡ് ബോക്സിലും പിന്നെ ഒരു ബാഗിലുമാണ് ഞാൻ കൊടുത്തു വിടുന്നത്. ആ ബാഗ് ഞാൻ ഇനിയിപ്പോ എന്തായാലും യൂസ് ആക്കത്തില്ല. സോ അതും കൊടുത്തു വിടാനുള്ളതാണ്. പിന്നെ വേറെന്താ, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. സോ ഞാൻ വേഗം പാക്ക് ചെയ്യട്ടെ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ആ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് കണ്ടോ, ബാഗ് എല്ലാ തുണികളെല്ലാം കൂടെ ഞാൻ ഇതിനകത്തോട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. ഇനിയും കുറച്ചുണ്ടോന്ന് എനിക്ക് ആ ഒരു പെട്ടിയും കൂടെ തുറന്ന് നോക്കണം. അതിനകത്ത് നോക്കിയിട്ട് ബാക്കി സാധനങ്ങൾ കൂടി ഇതിനകത്തൊക്കെ ആക്കി മൊത്തമായിട്ട് ഞാൻ ആക്കുവാണ്. പിന്നെ എനിക്ക് ഇവിടെ ഉള്ള ഡ്രസ്സുകൾ തന്നെ അത്യാവശ്യം. ഇനി അടുത്ത വട്ടം പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവില്ല. ഇനി എനിക്ക് എന്നെ കൊണ്ടുവരാൻ അനിയനോ ആരും വരത്തില്ല. സോ ഞാൻ ഒറ്റയ്ക്ക് വേണ്ടി വരും പോകാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് കുറെ കാലമായിട്ട് ഹോസ്റ്റലിൽ നിൽക്കുമല്ലേ, അപ്പൊ നിങ്ങൾക്ക് അറിയാം എത്രമാത്രം ലഗേജ് ഒക്കെ ഉണ്ടാകും എന്നറിയാം. സോ ഇതിനകത്ത് ഇനി സ്പേസ് ആക്ച്വലി ഇല്ല. പക്ഷെ ഞാൻ കുറച്ച് സാധനം കൂടെ എങ്ങനെയെങ്കിലും കുത്തി കയറ്റാൻ നോക്കട്ടോ. ഞാൻ വീഡിയോ എടുത്തോണ്ട് പോയി കഴിഞ്ഞാൽ എനിക്ക് സമയം കുറെ ലേറ്റ് ആവും. ഞാൻ ഇതെല്ലാം പാക്ക് ചെയ്ത് ഇവിടെ ഒന്ന് എന്റെ ഫ്രണ്ട്, അതായത് ഇത്രയും കാലം റൂംമേറ്റ് ഉണ്ടായിരുന്നില്ല, റൂമില് ലീവായിരുന്നു. സോ അവൾ ഇന്ന് തിരിച്ചു വരുന്ന ദിവസമാണ്. സോ അവൾ വരുന്നതിന് മുന്നേ നമ്മൾ ഇത്രയും വൃത്തികേടായിട്ടാണ് റൂം ഞാൻ വൃത്തിയാക്കിയിട്ടാ പോയിക്കൊണ്ടിരുന്നേ. പക്ഷെ അവൾ വരുന്നതിന് മുന്നേ എനിക്ക് ഈ റൂം ഒന്ന് നീറ്റ് ആക്കണം. 12:30 ഒക്കെ ആകുമ്പത്തേനും അവളും വരും കേട്ടോ. സോ ഞാൻ വേഗം ഒന്ന് പാക്ക് ചെയ്തിട്ട് ലാസ്റ്റ് കാണിച്ചു തരാവേ. ഞാൻ ഈ ഒരു കാർഡ്ബോർഡ് ബോക്സിനകത്ത് നിറയെ ഡ്രസ്സും ഇതിനകത്ത് കുറച്ച് ബാഗും പിന്നെ കുറച്ച് പെട്ടി എന്താ പറയാ ഓർഗനൈസേഴ്സ് എല്ലാം ഇതിനകത്ത് വെച്ചു കേട്ടോ. അപ്പൊ ഇത് രണ്ടും കൂടിയാണ് ഞാൻ ഇപ്രാവശ്യം വീട്ടിലോട്ട് കൊടുത്തുവിടുന്നത്. പിന്നെ എനിക്കിനി കുളിക്കണം കേട്ടോ. നമുക്ക് കുളിക്കാനുണ്ട്. ഞാനിപ്പോ കുറച്ചേരം കിടത്ത് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നതാണ്. സോ ഞാൻ വേഗം പോയിട്ടൊന്ന് കുളിച്ചിട്ട് വരാം. കുളി കഴിഞ്ഞിട്ട് എനിക്ക് ഏതെങ്കിലും ഒരു കാഷ്വലായിട്ട് ഏതെങ്കിലും ഡ്രസ്സ് എടുത്തിട്ട് ഇതുകൊണ്ടേ ആദ്യം താഴ്ത്തു വെക്കണം. കാരണം ഞാൻ ഇന്ന് പോകുമ്പോൾ ഇടുന്നത് ഈ പറയുന്ന ജീൻസ് ആണ്. സോ ജീൻസ്, വെള്ള ജീൻസ്, ഞാൻ ജീവിതത്തിൽ ചെയ്ത് ഈ ഫസ്റ്റ് മിസ്റ്റേക്കാണ് ഈ ഒരു വെള്ള ജീൻസ് എടുത്തത്. കാരണം പെട്ടെന്ന് അഴുക്കാവും ചെയ്യും. ഞാൻ ക്ലോറക്സ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ അതുകൊണ്ട് ഞാൻ ജീൻസ് ഞാൻ എപ്പോഴും ഇടാറേ ഇല്ല. ഇന്ന് എന്തായാലും നമ്മൾ എയർപോർട്ടിൽ പോകല്ലേ. സോ അതുകൊണ്ട് ഞാൻ ഇട്ടു. ഈ ഒരു വെള്ള ജീൻസും ഇട്ട് ഞാൻ താഴെ പോയിട്ട് ഈ ലഗേജ് കൊണ്ടേ വെക്കുവാണെങ്കിൽ ഈ ഡ്രസ്സ് ഭയങ്കര അഴുക്കാവും. സോ അതുകൊണ്ട് ഞാൻ ആദ്യം സാധാ ഒരു ജീൻസ് ഇട്ടിച്ചു. കാരണം ഞാൻ ഈ കോലത്തിൽ തന്നെ വേഗം പോയിട്ട് വന്നാലോ എന്ന് ആലോചിക്കുന്നു. വേഗം പോയി അവിടെ ആ ലഗേജ് വെക്കുക, അതിനുശേഷം പിന്നെ വരിക, അങ്ങനെ ചെയ്താലോ എന്ന് വിചാരിക്കുന്നു. കാരണം ഒരു കാർഡ്ബോർഡ് ബോക്സ് മാത്രം നമുക്ക് ഇപ്പോൾ കൊണ്ടുവച്ചത്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് പിന്നെ അവിടെ പോയി വെക്കാമെന്ന് വിചാരിക്കുന്നു. നോക്കാം. എന്തായാലും ഞാനിപ്പം എന്താ ചെയ്യണ്ടേ. ശരി, നമുക്ക് ആദ്യം തന്നെ ഈ കാർഡ്ബോർഡ് ബോക്സ് ഒന്ന് താഴത്തുകൊണ്ട് വെച്ചിട്ട് വരാം. എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, കാരണം ഒരു കയ്യേ ഉള്ളല്ലോ, വേറെ വീഡിയോ എടുത്തു തരാനും ആളില്ല കേട്ടോ. സോ ഞാൻ ഇതൊന്ന് വേഗം താഴത്തുകൊണ്ട് വെക്കട്ടെ. നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ മുടി കഴുകിയിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് മേക്കപ്പ് ചെയ്യാം. ഞാൻ മുഖത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട എന്ന് വിചാരിക്കുന്നത്. കാരണം പോകുന്നേ. അതുകൊണ്ട് എന്നാലും കുറച്ച് സൺസ്ക്രീനും മോയ്സ്ചറൈസറും കുറച്ച് പൗഡറും അത്ര ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ഉറക്കക്ഷീണുണ്ടല്ലേ, എന്താണെന്നറിയത്തില്ല. ഞാൻ യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഫോക്സ്റ്റൈലിന്റെ കേട്ടോ. ഈ മോയ്സ്ചറൈസറിന് അധികം റേറ്റ് ഒന്നും ഇല്ല. ഇതിന്റെ റേറ്റ് വരുന്നത് 200 സംതിങ് ആയിരുന്നു കേട്ടോ. ഇതിന്റെ റേറ്റ് ഞാൻ 249. ഞാൻ കുറച്ച് മോയ്സ്ചറൈസർ ഇപ്പൊ എടുക്കാറുള്ളൂ കേട്ടോ. ഒരുപാട് മേക്കപ്പ് എനിക്കെന്തോ കുറച്ചൊന്ന് മുഖം ഞാൻ എന്തൊക്കെ പറയുന്നില്ലേ, കുറച്ചേ ഞാൻ മോയ്സ്ചറൈസർ ഇപ്പൊ എടുക്കാറുള്ളൂ. അതാ ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് ഒരുപാട് തേച്ചിങ്ങനെ ഓയിലി ആയിട്ട് ചിലരുടെ മുഖം കണ്ടിട്ട് ഭയങ്കര എണ്ണ തേച്ച പോലെ ഭയങ്കര ഗ്ലോ അതെനിക്ക് ഇഷ്ടമല്ല. ആക്ച്വലി എനിക്ക് മുഖം എപ്പോഴും കുറച്ചൊരു മാറ്റ് ഫിനിഷിങ്ങിൽ ഡ്രൈ ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് ഇഷ്ടം.
ഇതാകുമ്പോൾ ഈ ഒരു സൺസ്ക്രീനിന്റെ പ്രത്യേകത മോയ്സ്ചറൈസറിന്റെ പ്രത്യേകത വെച്ചാൽ ഇട്ടു എന്നാ ഇട്ടില്ല അങ്ങനത്തെ ഒരു ഫീല്. നമ്മുടെ നല്ലവണ്ണം സ്കിന്നിലോട്ട് അബ്സോർബ് ആയിട്ട് നമുക്ക് മുഖം ഇങ്ങനെ ഒരു ഒട്ടല് ഫീൽ ചെയ്യത്തില്ല. എനിക്ക് നോൺ ഗ്രീസി ആയിട്ടുള്ള മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീനാണ് ഇഷ്ടം. ഞാൻ അധികം പ്രൊഡക്റ്റുകളൊന്നും മുഖത്ത് അങ്ങനെ യൂസ് ആക്കാറില്ല. ഇപ്പോൾ സൺസ്ക്രീൻ മോയ്സ്ചറൈസർ, ഇത് സൺസ്ക്രീനും അക്വാലോജിക്കയുടെ തന്നെയാണ്, ഫോക്സ്റ്റൈലിന്റെ തന്നെയാണ്. പക്ഷെ ഇതിന് ഇച്ചിരി റേറ്റ് ഉണ്ട്. അക്വാലോജിക്കയുടെ സൺസ്ക്രീൻ ബെസ്റ്റ് ആയിട്ട് വന്നാട്ടോ. ഇതും അതുപോലെ തന്നെയാണ്. ഇത് ഞാൻ എന്താ മേടിക്കാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് SPF 70 വരുന്നുണ്ട്, അതുകൊണ്ട് മേടിച്ചതാണ്. പിന്നെ ഇതിന് റേറ്റ് 595 ആണോ, സോറി ഗൈസ്, അത് കുറച്ച് എക്സ്പെൻസീവ് ആണ്. പക്ഷെ എനിക്ക് അന്ന് എന്തൊരു ഓഫറിൽ 400 സംതിങ് രൂപയ്ക്കാണ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ മേടിച്ചു. പിന്നെ SPF 70 മേടിക്കാൻ കാരണം അന്ന് എന്റെ എൻഗേജ്മെന്റ് ഒക്കെ ആയിരുന്നു. സോ ഞാൻ ആ ടൈമിൽ കുറച്ച് പുറത്തു പോക്കും എല്ലാം ഉള്ളത് കൊണ്ട് മുഖം അധികം ടാൻ അടിക്കാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ SPF 70 മേടിച്ചു എന്നുള്ളൂ. 595 എനിക്കറിയാം ഇത് എല്ലാവരെയും കൊണ്ടും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല എന്നറിയാം. നിങ്ങൾക്ക് നല്ലൊരു സൺസ്ക്രീൻ നോക്കുന്നവരാണെങ്കിൽ ഡോട്ട് ആൻഡ് കീയോ, അതായത് എന്നെ പോലെ, അതായത് മുഖം ഗ്രീസ് ചെയ്തിരിക്കുന്ന ഇഷ്ടമല്ല എങ്കിൽ അക്വാലോജിക്കയുടെ ഡോട്ട് ആൻഡ് കീയോ വല്ലതും യൂസ് ചെയ്യാട്ടോ. ഈ സൺസ്ക്രീൻ നിങ്ങൾ ഇട്ടപ്പോൾ കണ്ടോ പെട്ടെന്ന് തന്നെ സ്കിന്നിലോട്ട് അബ്സോർബ് ആയി, ഒട്ടും തന്നെ വൈറ്റ് കാസ്റ്റ് ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ വേറൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് അക്വാലോജിക്കയുടെ കേട്ടോ. അതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും എന്റെ ഏട്ടന് ഞാൻ ആ ഒരെണ്ണാണ് മിക്കവാറും ചിലപ്പോൾ ഞാൻ ഓർഡർ ആക്കി കൊടുക്കും കേട്ടോ. പുള്ളിക്കാരന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഒട്ടും തന്നെ സ്റ്റിക്നെസ് ഇല്ല, വൈറ്റ് കാസ്റ്റും ഇല്ല. അതുകൊണ്ട് തന്നെ പിന്നെ പുള്ളിക്കാരന് വേറെ സൺസ്ക്രീൻ ഒക്കെ മേടിച്ച സമയത്ത് അത് അത്ര ഉണ്ടങ്ങ് സൂട്ടായില്ല. അപ്പൊ അതുകൊണ്ട് ഞാനാണ് ഓർഡർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ പൗഡർ ആയിട്ട് ഇട്ട് കൊടുക്കുന്നത്, വേറെ ഒന്നും ഇടുന്നില്ല. ഇത് തന്നെ എനിക്ക് പലപ്പോഴും ധാരാളമായി തോന്നാറുണ്ട്. വല്ലപ്പോഴും അത്രമാത്രം എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ മാത്രം ഫൗണ്ടേഷന്റെ ആവശ്യം വരുന്നുള്ളൂ. പിന്നെ നമ്മൾ വീഡിയോ എന്തായാലും എടുക്കുന്ന സമയത്ത് ഇട്ട് കൊടുക്കും. പിന്നെ ഇതിപ്പോ പൗഡറിന്റെ ആവശ്യമുള്ളൂ, കാറിലല്ലേ പോകുന്നത്. എന്നാലും ചൂടുണ്ട്, പക്ഷെ ഞാൻ പൊലിച്ചു പോകുക എന്നുള്ള ഒരു പേടി വേണ്ട. നമ്മുടെ സ്കിൻ സെറ്റാണ്. ദെൻ ഞാൻ പിന്നെ നമുക്ക് ലിപ്സ്റ്റിക് ഒന്ന് ഇട്ട് കൊടുക്കാം. ലിപ്സ്റ്റിക് ഇത് ലിപ് ലൈനർ ആണ്, മാർസിന്റെ ആണ് ഈ ഒരു ലിപ് ലൈനർ. ഞാൻ ആർക്കൊക്കെയോ ഗീവ് അവേ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ലിപ് ലൈനറാ. ഇത് ഷെയ്ഡ് ഈ ഷെയ്ഡ് ഞാൻ അന്നേരം നോക്കിയപ്പോൾ കിട്ടിയില്ല. ഇത് അടിപൊളി ഷെയ്ഡാട്ടോ. ഇതൊരു ഡീപ് ഡൗൺ എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. നല്ല രസമുള്ള ഷെയ്ഡാണ്. അപ്പൊ നോക്കി ഇത് ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കാം. എനിക്ക് ഇപ്പൊ ഒരു ഡൗട്ട് ഉണ്ട് കേട്ടോ. ഇവിടെ ഞാൻ ലിപ് ലൈനർ യൂസ് ചെയ്ത് ഇവിടെ എനിക്ക് കുറച്ചൊരു പിഗ്മെന്റേഷൻ വരുന്നുണ്ടോ എന്നൊരു ഡൗട്ടിലാകില്ല. ഞാൻ ലിപ് സ്ക്രബ് ഒക്കെ റെഗുലർ ആയിട്ട് യൂസ് ആക്കാറില്ല. ചെയ്യണമെന്ന് തോന്നും, സ്കിൻ കെയർ ഒക്കെ നല്ലോണം ചെയ്യണം തോന്നും. പക്ഷെ ചില സമയം എനിക്ക് ഭയങ്കര മടിയാണ്. ഒരു മടിയില്ലാണ്ട് റെഗുലർ ആയിട്ട് സ്കിൻ കെയർ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. എന്റെ ഈ ചുണ്ടിന്റെ ഇവിടെ ചെറിയ പൊട്ടലുള്ളതുകൊണ്ട് ലിപ്സ്റ്റിക് അവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന ലിപ്സ്റ്റിക്, എന്റെ കയ്യിൽ അത്ര ബ്രാൻഡഡ് ലിപ്സ്റ്റിക്സ് ഒന്നും ഇല്ല. ഒരുപാട് ലാസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ലിപ്സ്റ്റിക് ഒന്നും ഇല്ല. അത് തന്നെ പൈസ തന്നെയാണ് പ്രശ്നം. അപ്പൊ ഞാൻ എന്റെ കയ്യിൽ 3 ലിപ്സ്റ്റിക് ഉണ്ട്. ഈ 3 ലിപ്സ്റ്റിക് കൂടെ ഇട്ടാൽ ഇത് എത്രമാത്രം ലാസ്റ്റ് ചെയ്യുന്നുള്ളത് ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് വരെ കാണിച്ചു തരാം. അതായത് ഞാനിവിടെ തിരിച്ച് എത്തണ വരെ ഈ ലിപ്സ്റ്റിക് സ്റ്റേ ചെയ്തു എന്നുള്ളത് കാണിച്ചു തരാം. ഇത് മാർസിന്റെ 2 ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഈ ഒരു മാർസിന്റെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക് ആണ്. ഷേപ്പ് നമ്പർ 09 ഡ്രീമി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാണ്. ഒരു ഡാർക്ക് റെഡ്, ഒരു അതിനെക്കാട്ടി കുറച്ച് പറയാൻ നല്ലത് ഒരു ബർഗണ്ടി ഷെയ്ഡ് എന്നാണ്. ഇത് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറച്ചിട്ടാൽ മതി, കാരണം നല്ല കളറാണ്. ഇതിന്റെ സ്മെല്ല് എല്ലാവർക്കും അത് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. കറക്റ്റ് ഒരു ഡ്രഗിന്റെ ഒരു സിറപ്പിന്റെ മണമാണ് ഇതിന്. ഞാൻ ഈ ഒരു ലിപ്സ്റ്റിക് ഇടുന്നുണ്ട്. ഇനി ഇത് കഴിഞ്ഞാല് ഞാൻ അതിനും ഇടയ്ക്കൂടെ വേഗം ഒന്ന് കണ്ണെഴുതി, അത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. നമ്മുടെ ലിപ്സ്റ്റിക് ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. ഇതൊന്ന് പെട്ടെന്ന് സെറ്റ് ആകത്തില്ല ഈ ഒരു ലിപ്സ്റ്റിക്. പക്ഷെ അത് കഴിഞ്ഞ പാടെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഈ ഒരു സ്വിസ് ബ്യൂട്ടിയുടെ ഷെയ്ഡാണ്. ഇത് ഷെയ്ഡ് നമ്പർ 0114 ആഷ് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാ. ഇത് ഇതിന് പുറമെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതും ഇട്ട് കൊടുത്തു. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. ഇത് ലിപ് ഗ്ലോസ് ആണ് മാർസിന്റെ. നല്ലോണം ഷെയ്ക്ക് ചെയ്യണം കേട്ടോ, ഇല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് വരത്തില്ല തീരെ തന്നെ. ഇത് ഷെയ്ഡ് നമ്പർ 05 മസ്താരി എന്ന് പറഞ്ഞിട്ടുള്ള ഷെയ്ഡാ. പക്ഷെ നല്ലോണം തന്നെ ലിപ്പില് ലാസ്റ്റ് ചെയ്യും. പക്ഷെ നല്ലോണം ഇത് കണ്ടില്ലേ, ഇതിന്റെ പ്രൊഡക്റ്റ് ഇല്ല ആക്ച്വലി. ഇത് പെട്ടെന്ന് തന്നെ, ഇത് സത്യം എനിക്കൊരു വേസ്റ്റ് ഓഫ് മണി ആയിരുന്നു. പക്ഷെ ഇത് കുറെ നേരമൊക്കെ ഇങ്ങനെ കുലുക്കി കഴിഞ്ഞാൽ ഇടാം.
ഭയങ്കര ഓവറായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. അത് നമുക്ക് ലാസ്റ്റ് ഒരു പണിയും കൂടെ ഉണ്ട്. ഈ ടിഷ്യൂ വെച്ചിട്ട് ഇങ്ങനെ നാക്കി കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിന് ലിപ്സ്റ്റിക് അടി ഇരിക്കുകയും ചെയ്യും, അനാവശ്യമായിട്ടുള്ള ലിപ്സ്റ്റിക്കിൽ പോവുകയും ചെയ്യും. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നേരിട്ട് കാണുമ്പോൾ നമുക്ക് ഒരു ടിന്റ് ഇരിക്കണ പോലെ തോന്നത്തുള്ളൂ. ഓവറായിട്ടൊന്നും ഇല്ല. ഈ സൈഡിൽ ഒരു ഇച്ചിരി ഓവറായി. ഓക്കെ, ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്തു. ഇനി നമുക്ക് ജസ്റ്റ് ഡ്രസ്സൊന്ന് മാറ്റിയിട്ട് ഹെയറും കൂടെ സെറ്റ് ചെയ്യണം. ഡ്രസ്സ് ഞാൻ ഇതുവരെ ഏത് ഇടണമെന്ന് തീരുമാനിച്ചില്ല. പക്ഷെ മേക്കപ്പ് ഒക്കെ കഴിഞ്ഞു. എനിവേ ഞാൻ ഡ്രസ്സൊന്ന് നോക്കിയിട്ട് വരാട്ടോ.